ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റാർ ലൈവ് ടെക്. ഇന്ന് നമ്മൾ ഇൻഫിനിക്സിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റായി ഇന്നൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഫിനിക്സിൻ്റെ 08 എന്ന ഡിവൈസാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിവൈസ് ഇപ്പോൾ കറൻ്റ്ലി ഇന്തോനേഷ്യയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ ഒരു കംപ്ലീറ്റ് സ്പെക് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.85 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ റെസൊല്യൂഷനിൽ വരുന്ന IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി 90 ഹെർട്സിൻ്റെ ഒരു റിഫ്രഷ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം 180 ഹെർട്സിൻ്റെ ഒരു ടച്ച് സാമ്പിളിംഗ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1080x2460 പിക്സൽസ് ആണ് ഈ ഡിവൈസിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ വരുന്നത്. 392 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയുമാണ് ഈ സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു ഡിവൈസിൽ ഒരു ചെറിയ ബെസൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഡുവൽ പഞ്ച്-ഹോൾ കട്ട്സ് ആണ് വരുന്നത്, കാരണം 2 സെൽഫി ക്യാമറാസ് ആണ് ഈ ഡിവൈസിൽ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു ഡിവൈസിൻ്റെ ഓവറാൾ ബോഡി വെയ്റ്റ് വരുന്നത് 205 ഗ്രാംസ് ആണ്. പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G90T എന്ന ഗെയിമിംഗ് ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്. ഒപ്പം മാലി G76 MC4 ആണ് ഈ ഒരു ഡിവൈസിൻ്റെ GPU. ആൻഡ്രോയിഡ് 10 ബേസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ റൺ ചെയ്യുന്നത്. XOS 7 ആണ് ഈ ഒരു ഡിവൈസിൻ്റെ യൂസർ ഇൻ്റർഫേസ്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു വേരിയൻറ്റ് മാത്രമാണ് വരുന്നത്. 8GB RAM ആൻഡ് 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ആണിത്. ഒപ്പം ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടും ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ സെഗ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിയർ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. സാധാരണ സ്മാർട്ട് ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഡിവൈസിൻ്റെ ക്യാമറ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഡയമണ്ട് ഷേപ്പ് ക്യാമറ മോഡ്യൂളാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. പ്രൈമറി സെൻസർ 64 മെഗാ ആണ്. f1.8 ആണ് അപ്പർച്ചർ. സോണിയുടെ IMX696 എന്ന സെൻസറാണ് ഇതിൽ വരുന്നത്. ഒപ്പം 8 മെഗാ അൾട്രാ വൈഡ് ലെൻസും 2 മെഗാ ഒരു ലോ ലൈറ്റ് സെൻസറും പിന്നെ ഒരു 2 മെഗാ ഡെപ്ത് സെൻസറുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 4K വീഡിയോസ് നമുക്ക് 30 FPS ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിയർ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡുവൽ സെൽഫി ക്യാമറാസ് ആണ് വരുന്നത്. പ്രൈമറി സെൻസർ 48 മെഗാ ആണ്. അതോടൊപ്പം ഒരു 8 മെഗാ അൾട്രാ വൈഡ് ലെൻസ് കൂടി ഫ്രണ്ടിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. രണ്ടും നമുക്കൊരു പഞ്ച്-ഹോൾ കട്ടിലാണ് ലഭിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി സെഗ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4500 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് ഈ ഡിവൈസിൽ വരുന്നത്. അതോടൊപ്പം ഒരു 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ USB Type-C പോർട്ടാണ് ഈ ഡിവൈസിൽ വരുന്നത്. ഒപ്പം 3.5mm ഓഡിയോ ജാക്കും അവൈലബിൾ ആണ്. LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഈ ഡിവൈസിൽ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഓവറാൾ നമ്മുടെ ഇൻഫിനിക്സിൻ്റെ 08 എന്ന ഡിവൈസിൻ്റെ ഫീച്ചേഴ്സ്. പിന്നെ പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്തോനേഷ്യയിലാണ് ഈ സ്മാർട്ട് ഫോൺ കറൻ്റ്ലി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ഒരു പ്രൈസ് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 19,200 രൂപയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് വരുന്നത്. കമ്പനി ഒരു സ്മാർട്ട് ഫോണിൽ ഒരു ലിമിറ്റഡ് പീരിയഡ് ഓഫർ കൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഏകദേശം 15,700 രൂപയ്ക്ക് ഈ ഒരു ഡിവൈസ് അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ 3 കളർ വേരിയൻസ് ആണ് വരുന്നത്: ബ്ലാക്ക് ഡയമണ്ട്, ഗ്രീൻ ഡയമണ്ട് ആൻഡ് സിൽവർ ഡയമണ്ട്. അതോടൊപ്പം ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മൾട്ടി ഡയമെൻഷണൽ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ഡിസംബർ മാസമായിരിക്കും വരാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത്. സോ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.